ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ദോശയുടെയും ഇഡ്ലിയുടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു ഓണിയൻ ക്യാപ്സിക്കം ഗ്രേവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഗ്രേവി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്കൊന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ക്യാപ്സിക്കം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ, എന്ന് വെച്ചാൽ മീഡിയം സൈസിൽ തീരെ ചെറിയ ഒരു 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ 1.5 മതിയാവും. അപ്പോൾ 2 ക്യാപ്സിക്കം അതിനുള്ളിലുള്ള ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നീട് ഇതുപോലെ ഒന്ന് വലിയ പീസാക്കിയിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് ഇതുപോലെ ഇതളുകളായിട്ട് മാറ്റിയിട്ടുള്ള സവാളയും കൂടി. ഒരേ ഒരു സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ക്യാപ്സിക്കവും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വെന്ത് കിട്ടണം. വളരെ പെട്ടെന്ന് 2 നന്നായിട്ട് വഴണ്ട് വെന്ത് കിട്ടിക്കോളും. ഒരു 2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഈ ഒരു സമയം തന്നെ ഇത് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റിയിട്ട് നന്നായിട്ട് ക്യാപ്സിക്കം എല്ലാം ഒന്ന് വെന്തുടച്ചെടുക്കാൻ പാടില്ല. നമ്മൾ അരിഞ്ഞിട്ടതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടാവണം കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയെല്ലാം ഏകദേശം ഒരു 70% വെന്തിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വെന്തുടയാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ബാക്കി ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഉണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടി, മുഴുവൻ പെരുംജീരകം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടി. അതായത് ഞാനിപ്പോൾ ഒരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിൽ 1.5 സവാള. തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ മാത്രം 2 എടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തീരെ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞിടാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് വഴണ്ട് കിട്ടത്തുള്ളൂ. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊരു ഗോൾഡൻ കളറിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതെല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ തീരെ ചെറിയ തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തക്കാളിയും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുകയാണ്. നമ്മൾ ഫസ്റ്റിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് കളറൊക്കെ മാറിപ്പോകും നല്ല രീതിയിൽ. അതിൻ്റെ പേരിൽ തക്കാളിയുടെ കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളിയും ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. നമ്മളിതാ ചേർത്ത് കൊടുത്ത തക്കാളിയും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുകയാണ്. നമ്മളിതിലേക്ക് വേറെ പ്രത്യേകിച്ചിട്ട് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എരിവ് കൂടിയ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാവും. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ മസാലപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ മാത്രം
ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. നമ്മൾ നേരത്തെ മുഴുവൻ പെരിഞ്ജീരകം ചേർത്തിരുന്നു. അപ്പോൾ മുഴുവൻ പെരിഞ്ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈരും കൂടിയാണ്. ഞാനിപ്പോൾ ഇതുപോലെ നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ നമ്മുടെ ഈ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ നമ്മുടെ ഇത്രയും ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ തൈരിൽ മസാലയൊക്കെ പിടിച്ച് വരുന്നത് പോലെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു സമയം നമ്മുടെ ഗ്രേവി എല്ലാം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്, നല്ല തിക്കായിട്ട് വേണം നമുക്ക് ഈ ഗ്രേവി ഇരിക്കാനായിട്ട്. ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയം നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ വഴറ്റി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പതുക്കെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാപ്സിക്കവും ഉള്ളിയും എല്ലാം നമ്മുടെ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഈ മസാല എല്ലാം പിടിച്ചു വരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാം നമ്മുടെ ഗ്രേവിയിലും കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്സിക്കം ബാക്കി വെന്തും കിട്ടും. അതുപോലെ തന്നെ ഗ്രേവി എല്ലാം നല്ല രീതിയിലൊന്ന് കുറുകിയും കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരിക്കും എന്ന്. വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. ഫൈനലി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് മറക്കാതെ ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.